അത്ര അടുത്തേക്ക് അല്ലണ്ട, കടിക്കും കടിക്കും. പിന്നെ പച്ചപ്പുഴു കിട്ടുമ്പോ അസാരം കുഞ്ഞിച്ചാത്തനോട് തന്നേക്കണം, ഒരു ഔഷധം ഉണ്ടാക്കാനാ. പച്ചപ്പുഴുവിനിപ്പോ എന്ത് വിലയെന്നറിയാമോ? സ്വർണത്തിന്റെ വിലയാ. അസത്ത് കടിച്ചു തോന്നുന്നുണ്ടല്ലോ. വിഷം ഉണ്ടാവോ? ഉണ്ടായാലും നിങ്ങളുടെ അത്ര വിഷം അതിനുണ്ടാവാൻ വഴിയില്ല. അധിക പ്രസംഗി. അപ്പൊ വിഷം ഉണ്ടല്ലോ. തന്റെ തലമണ്ട ഞാൻ തല്ലിപ്പൊട്ടിക്കും, പറഞ്ഞേക്കാം. ഒരു കലാമണ്ഡലം കുഞ്ഞിച്ചാത്തോ, താൻ കലാമണ്ഡലത്തിന്റെ പടി കണ്ടിട്ടുണ്ടോ? തനിക്ക് ചെറുതുരുത്തി കാപ്പിക്കൽപ്പ് നടത്തലായിരുന്നില്ലേ പണി? ആ സത്ത് കേൾക്കും കേൾക്കും. ശ്രീ ശങ്കരാടി കുറെ കാലമായല്ലോ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ട്. ഈ പ്രവർത്തന രംഗത്ത് വരുന്നതിന് മുമ്പ് എവിടെയായിരുന്നു? അതിപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ ജീവചരിത്രം മുഴുവൻ വിവരിക്കേണ്ടി വരും. സിനിമയിൽ വരുന്നതിന് മുമ്പ് എനിക്ക് മറ്റൊരു ജീവിതം ഉണ്ടായിരുന്നു. എൻ്റെ ആ പാരമ്പര്യമുള്ള നടന്മാർ ഇപ്പോൾ സത്യത്തിൽ ഇന്ത്യൻ സ്ക്രീനിലില്ല. ഞാൻ സ്വാതന്ത്ര്യത്തിന് മുമ്പ് 40-ന് മുമ്പ് പിന്നെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി പങ്കെടുത്തവനാണ്. എന്നെ കൊണ്ടാവുന്ന വിധം എൻ്റെ ബാല്യകാലത്ത് കൗമാരപ്രായത്തിൽ എത്തുന്നതിന് മുമ്പ് കോൺഗ്രസിൽ പ്രവർത്തിച്ചവനാണ്. ആ പാരമ്പര്യമുള്ള ഒറ്റ നടനും ഇന്ത്യയിൽ ജീവിച്ചിരിപ്പില്ല. ഉണ്ടായിരുന്ന ഒരാൾ ബാലരാജ് സഹാനി, അയാളിപ്പോൾ ഇല്ല. പിന്നെ സിനിമാ രംഗത്തുണ്ട്, ഇപ്പോൾ പി ഭാസ്കരനുണ്ട്, തോപ്പിൽ ഭാസിയുണ്ട്. പക്ഷെ അവരൊന്നും നടന്മാരല്ലല്ലോ. അവർ എൻ്റെ കൂടെ അവരുടെ പേര് ചേർക്കുന്നതിൽ അർത്ഥമില്ല. അവർ ഇതിനേക്കാൾ വലിയ ആളുകളാണ്. അപ്പോൾ ആ പാരമ്പര്യമുള്ള ഏകവരുത്തം ഞാൻ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഇവിടുത്തെ വിദ്യാഭ്യാസവും കോളേജ് ജീവിതവും കഴിഞ്ഞതിന് ശേഷം ഹയർ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഗുജറാത്തിൽ പോയി, ബറോഡയിൽ. അവിടെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി പോയി. അന്ന് നമ്മുടെ ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജില്ല. ഗിണ്ടിയിലൊരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അത്രയേ ഉള്ളൂ. അവിടെ പഠിക്കാൻ പോയി. അവിടെ വച്ച് 47 മുതൽ കമ്മ്യൂണിസ്റ്റുകാരനായി. വിദ്യാർത്ഥി ജീവിതത്തിന്റെ ഇടയിലായിരുന്നു രാഷ്ട്രീയത്തിലേക്ക് കടന്നതെന്ന് പറഞ്ഞു. അതെ. അതിനിടയായിട്ടുള്ള സാഹചര്യം എന്തായിരുന്നു? അതിൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ നെല്ലും പതിരും തിരിച്ചറിയാവുന്ന പ്രായത്തിന് മുമ്പാണ് ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത്. അതായത് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ 11ാമത്തെ 12ാമത്തെ വയസ്സിലാണ്. വളരെ നേരത്തെയാണ് അല്ലേ? അതെ. അന്ന് പിന്നെ രാമൻകുട്ടി അച്ഛൻ എന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഉണ്ടായിരുന്നു. എൻ്റെ ബന്ധുവാണ് അയാൾ. അയാൾ പിന്നീട് കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായി. അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരു ദിവസം സന്ധ്യയ്ക്ക് എന്നെ ഒരു വഞ്ചി കയറ്റി പിന്നെ കൊണ്ടുപോവുക ചിറ്റൂർക്ക്. തെക്കൻ ചിറ്റൂർ. അവിടെ കണവള്ളിൽ എന്ന് പറഞ്ഞൊരു പഴയ തറവാടുണ്ട്. കുറൂർ നമ്പൂരിപ്പാടിൻ്റെയൊക്കെ ഭാര്യ വീടാ. അവിടെ കൊണ്ടുപോയി രാത്രി അർദ്ധരാത്രിക്ക്, അന്ന് കോൺഗ്രസ് നിയമവിരുദ്ധമാണ്, പുറത്തറിയാൻ പാടില്ല. എന്നിട്ടൊരു ഈ പിന്നെ വിളക്ക് കത്തിച്ച് വെച്ച് അവരുടെ കളത്തിൽ വെച്ച് നമ്പൂരിപ്പാടാണ് എനിക്ക് ആദ്യമായി മെമ്പർഷിപ്പ് തരുന്നത്. എന്നിട്ട് എൻ്റെ അന്ന് കൊടുക്കാൻ 4 ഉണ്ടായിരുന്നില്ല. ഈ രാമൻകുട്ടി അച്ഛനാണ് എൻ്റെ മെമ്പർഷിപ്പിനുള്ള 4 ഫീസ് കൊടുത്തത്. അന്ന് അവിടെ ഉണ്ടായിരുന്നു കുറൂർ നമ്പൂരിപ്പാടുണ്ടായിരുന്നു, പ്രൊഫസർ ചന്ദ്രഹാസൻ ഉണ്ടായിരുന്നു, കണവള്ളി കൃഷ്ണൻ ഉണ്ടായിരുന്നു, ഈ രാമൻകുട്ടി അച്ഛനുണ്ടായിരുന്നു. അത്രയും പേരുടെ സാന്നിധ്യത്തിലാണ് എനിക്ക് മെമ്പർഷിപ്പ് തരുന്നത്. അന്ന് ഞങ്ങൾക്ക് വലിയ ഈ സ്വാതന്ത്ര്യ സമര സേനാനി എന്നൊക്കെ പറഞ്ഞാൽ മുമ്പിലൊന്നും തോക്കിനെതിരായിട്ട് യുദ്ധം ചെയ്യലൊന്നും അല്ല. അതിന് പരോക്ഷമായിട്ട് അതിൽ സഹകരിച്ചതിൻ്റെ അന്ന് ആ കാലത്ത് മഹാത്മാഗാന്ധിയുടെ പത്രാധിപത്യത്തിൽ ഇന്ത്യയിലെ എല്ലാ വെർണാക്കുലർ ലാംഗ്വേജസിലും എല്ലാ ഭാഷയിലും ഒരു പത്രം ഉണ്ടായിരുന്നു, സ്വതന്ത്ര ഭാരതം. അത് പ്രചരിപ്പിക്കുക. പിന്നെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ പടം അച്ചടിച്ച ഒരു കാർഡ് ഉണ്ടായിരുന്നു, ഡു ഓർ ഡൈ. ഇത് വിറ്റ് കാശ് കോൺഗ്രസ് പാർട്ടിക്ക് കൊടുക്കുക. ഇത്രയുള്ള പ്രവർത്തനം ഉണ്ടായിരുന്നുള്ളൂ. സുബേറൊന്ന് വിഷമിക്കാതെ, ഒരുത്തിന് കുറച്ച് തടിമെടുക്കും ബഹരക്കേടുണ്ടെന്ന് എന്തും ചെയ്തു കളയാം. ഈ താടി വെച്ച് നടത്തി തരേണ്ടത് ജുമായത്തിന്റെയും പള്ളിയുടെയും ആവശ്യമാണ്. എന്നാൽ അത് വേഗമാകട്ടെ. അവൻ നമുക്ക് കച്ചൂരിയും കൊണ്ട് വന്നിരിക്കണം. അവൻ നമ്മളെ പറ്റി എന്താണ് വിചാരിച്ചിരിക്കുന്നത്? ആരുടെ കാര്യമാണ് പറയണത്? എത്ര നമുക്ക് 100 റുപ്യ കൊണ്ട് വന്നിരിക്കണം. ഇതുവരെ സൽമാൻ നിൽക്കാഴ്ചയായി നമുക്ക് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ 100 റുപ്യാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ അവന്റെ പല്ലെവിടെ ലഭ്യേ? അവൻ ഇസ്ലാമത്തിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റൂല. ശൈത്താൻ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് കാരണം അവർക്ക് ഇപ്പൊ ബോധ്യമായില്ലേ? എല്ലാം ഞമ്മക്ക് ബോധ്യമായി സുബേറെ, എല്ലാം ഞമ്മക്ക് ബോധ്യമായി. ഈ താലികെട്ട് എന്ന് നടത്തണമെന്ന് ഇന്ന് നമ്മൾ തീരുമാനിക്കും. ഇസ്ലാം മത നിയമങ്ങളെ കുറിച്ച് നീ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? എനിക്ക് ഇഷ്ടം പോലെ ഇട്ട് കളിക്കാമെന്നാണ്. ഇവിടെ ചോദിക്കാനും പറയാനൊന്നും ആളില്ലെന്നാണ് അതാണ് നീ വിചാരിച്ചിരിക്കുന്നത്. കാരണം ഇത്രയും വർത്താനം പറയാനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ് ഈ പറയണത്? നീ ചെയ്ത കാര്യമൊന്നും നമ്മളിപ്പോ പറയണില്ല. ഏതായാലും അടുത്ത വെള്ളിയാഴ്ച സുബേറും സൽമയും തമ്മിലുള്ള താലികെട്ട് കല്യാണം നടത്തണം. പെട്ടെന്ന് അതിപ്പോ എങ്ങനെയാണ്?
താലികെട്ട് കല്യാണം നടത്തണമെങ്കിൽ അതിന് ചില നെറിമുറയ്ക്കില്ലേ? നെറിമുറയൊന്നും നീ നോക്കണ്ട. നിക്കാഹ് കഴിഞ്ഞപ്പോ സൽമാ സുബൈറിന്റെ ഭാര്യയാണ്. ബറോഡയിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാ ഇപ്പൊ സിനിമയിലെത്തിയത്? ഇന്ത്യയില് ബറോഡയ്ക്കും നൈസാമിനും മാത്രമേ സ്വന്തം റെയിൽവേ ഉണ്ടായിരുന്നുള്ളൂ. ശരി. ബറോഡയിൽ ഉണ്ടായിരുന്ന റെയിൽവേയുടെ പേര് GBSR എന്നാണ്, ഗൈക്വാഡ്സ് ബറോഡ സ്റ്റേറ്റ് റെയിൽവേ. അതിന്റെ റെയിൽവേ മെൻസ് ഓർഗനൈസ് ചെയ്യുന്നതിൽ 2 മലയാളികളുണ്ടായിരുന്നു അന്ന്. ഒരു കുന്നത്ത് ബാലകൃഷ്ണ മേനോനും UPK മേനോനും കരുണാര മേനോനും. അവരുമായിട്ടുള്ള സൗഹൃദ ബന്ധത്തിന്റെ പുറത്ത് ഞാനും സ്ലോ ആയിട്ട് അതിനകത്ത് തെറ്റിത്തെറിച്ച് ചേർന്നു. അങ്ങനെ വിദ്യാഭ്യാസം മുഴുവനാക്കാൻ സാധിച്ചില്ല. അവിടുന്ന് മടങ്ങിപ്പോന്നു. പിന്നെ ബോംബെയിൽ വന്ന് കുറേ കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. അതിന്റെ ഭാഗമായിട്ട് ഞാൻ ബോംബെയിൽ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വർക്ക് ചെയ്തു കുറേ കാലം ജീവിക്കാൻ വേണ്ടി. അന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആളുകളാണ് രാംജി, ഹരീന്ദ്രനാഥ് ചതോപാധ്യായ, MG മേനോൻ. ഇവരൊക്കെ ഒരുമിച്ച് ഒരു ഡെസ്കിലിരുന്ന് വർക്ക് ചെയ്യാനുള്ള സൗഭാഗ്യം ഉണ്ടായവനാണ് ഞാൻ. അത് കഴിഞ്ഞ് ആദ്യത്തെ ഇലക്ഷൻ കാലത്താണ് ഞാൻ കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നെ കൾച്ചറൽ ഫ്രണ്ടിലാണ് ഇട്ടത്. കുറേ കലാരൂപങ്ങൾ ഉണ്ടാക്കുക, അത് അവതരിപ്പിക്കുക, കലാസമിതികൾ ഓർഗനൈസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ ഭാഗമായിട്ട് വല്ലപ്പോഴൊക്കെ അഭിനയിക്കേണ്ടി വന്നു. അങ്ങനെ അഭിനയിച്ചപ്പോൾ തരക്കേടില്ല എന്നൊരു അഭിപ്രായം വന്നു. അങ്ങനെ കുഞ്ചാക്കോ ഉദയ സ്റ്റുഡിയോ ആദ്യമായി എന്നെ ഒരു പടത്തിലേക്ക് വിളിക്കുക. കടലമ്മ എന്ന് പറഞ്ഞ പടത്തിൽ സത്യന്റെ അച്ഛനായിട്ട് അഭിനയിക്കാൻ. അതാണ് തുടക്കം. മനസ്സിന് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന കഥാപാത്രം മാത്രമേ എടുക്കാറുള്ളൂ അതോ? അങ്ങനെ ഒരു നിയമം വെക്കാനും സാധിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് നമ്മുടെ ഒരു തൊഴിലും കൂടെയാണ്. മനസ്സിലായോ? ഞാൻ ചെയ്യാത്ത ഒരു കഥാപാത്രവും ഇല്ല. ശരി. ഏത് ഹാസ്യരസപ്രധാനമായിട്ടാണോ ഇഷ്ടം അതോ? എല്ലാം ഇഷ്ടമാണ്. അത് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കഥാപാത്രത്തെ അങ്ങോട്ട് കയറി ഇഷ്ടപ്പെടാതെ ചെയ്യാൻ പറ്റില്ല. അത് ഇപ്പൊ ഞാൻ വില്ലൻസ് റോൾ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ഹാസ്യപ്രധാനമായ റോളുകൾ ചെയ്തിട്ടുണ്ട്, വളരെ സീരിയസ് റോളുകൾ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? പിന്നെ രാഘവൻ നായരെ കണ്ടിട്ട് ഒരു കാര്യം പറയണമെന്ന് വെച്ചിട്ടേ ഞാൻ ഇറങ്ങിയത്. രാഘവൻ പുലർച്ചയ്ക്ക് വരും. ഇന്നിവിടെ താമസിച്ച് നാളെ സദ്യം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയാ മതി. സദ്യ സ്വല്പം കേമത്തിൽ തന്നെയാ. 4 കൂട്ടം വറുത്തുപ്പേരി, 2 കൂട്ടം പ്രഥമൻ. എനിക്ക് രാവിലെ ഒഴിവൊഴിവൊന്നും പറയണ്ട. എനിക്ക് സംസാരിച്ചിരിക്കാൻ ഒരാളായില്ല. ചെറിയ മോൻ വന്നില്ലേ? വന്നു. അവൻ വെളിച്ചത്തും സമക്ഷത്തും വരില്ലല്ലോ. ഈ കാലത്ത് ഒരുത്തനെ BA വരെ പഠിപ്പിച്ച് പാസ്സാക്കാൻ എന്ത് പാടുണ്ടെന്ന് നമ്പ്യാർക്ക് അറിയാൻ പറഞ്ഞു. ഞാനത് ചെയ്തു. ആ വിഡ്ഢിത്തരം ഞാൻ ചെയ്തു. ഇന്ന് വരെ ഒരു കഷ്ണം അടക്കയുടെ ഉപകാരം എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അത്രേ ഉള്ളൂ. അതായത് സാധാരണ അവാർഡ് കൊടുക്കുമ്പോൾ മിക്കവാറും കാണാറ് ഹീറോയിനായിരിക്കും ബെസ്റ്റ് ആക്ടർ അവാർഡ് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ടോ? ഇവിടെ നമ്മുടെ അവിടെ അതിന് വിരുദ്ധമായിട്ട് സംഭവം ഉണ്ടായിരുന്നു. കൊട്ടാരക്കര ശ്രീധരൻ നായർക്കും എനിക്കുമായിരുന്നു ആ കൊല്ലം അവാർഡ്. കൊട്ടാരക്കര ശ്രീധരൻ നായർക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡും എനിക്ക് ക്യാരക്ടർ ആക്ടർ അവാർഡും. അരനാഴിക നേരം അത് നമ്മുടെ ഇവിടെ അതിന് വിഭിന്നമായിട്ടുള്ള പല കാര്യങ്ങളും നടന്നുണ്ട്. ഇപ്പൊ പിന്നെ ഇത്തവണ കിട്ടിയാണ് പ്രേംജിക്കാം. ഇത്രയും പ്രായമായ ഒരു നടൻ ഇപ്പൊ കേരളത്തിലില്ല. അല്ല, സാധാരണഗതിയിൽ നമ്മുടെ ഇടയിൽ ഇപ്പൊ ഹീറോനായിരിക്കും മിക്കവാറും ആ ഒരു അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു പണ്ട് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴതൊന്നും അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ആരോ അയാൾ തന്നെ ബെസ്റ്റ് ആക്ടർ. അതിപ്പോ സെൻട്രലിന്റേതായാലും കേരള ഗവൺമെന്റിന്റേതായാലും അങ്ങനെ തന്നെ അതിന് അസസ് ചെയ്യുന്നത്, വിലയിരുത്തുന്നത്. നാടകരംഗത്തും കുറെ കാലം ഉണ്ടായിരുന്നു. നാടകരംഗത്തെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞില്ലേ ഇങ്ങനെ ഈ കലാസമിതികൾ ഓർഗനൈസ് ചെയ്താൽ പിടിക്കുക, ഇതൊക്കെ എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ നാടകം അവതരിപ്പിക്കുക. അപ്പോൾ നാടകത്തിൽ ചിലപ്പോൾ അഭിനയിക്കേണ്ടി വരിക. അങ്ങനെയൊക്കെ അഭിനയിക്കാറുണ്ട്. അഭിനയിക്കുമ്പോൾ ചില കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന നല്ല പേര് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിനകത്തേക്ക് കേട്ടറിഞ്ഞ് എന്നെ വിളിക്കാൻ കാരണം തന്നെ. ഓ, നിന്റെ ഈ ഒരുക്കമൊക്കെ കണ്ടാൽ ഇവിടുന്ന് നേരെ കല്യാണ പന്തലിലേക്കാ പോണേന്ന് തോന്നൂലോ. ഓ, ഇങ്ങനെ കളിയാക്കുകയാണെങ്കിൽ ഞാൻ വരില്ല. എനിക്ക് ആരെയും കാണണ്ട. ദേഷ്യപ്പെട്ടില്ല അപ്പോഴേക്കും. അച്ഛന്റെ സന്തോഷം കൊണ്ട് പറഞ്ഞു പോയതല്ലേ മോളെ. അച്ഛന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്റെ മോളുടെ വിവാഹം. നീ സുന്ദരി, നീയും സേതുവും കൂടെ നിൽക്കണ കണ്ടാൽ നല്ല ചേർച്ച. വാ, സമയം റെഡിയാ.
പല നടന്മാരുടെ കൂടിയും അഭിനയിച്ചിട്ടുണ്ടല്ലോ. അതിൽ മറക്കാൻ വയ്യാത്തതായിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവം പറയാൻ പറ്റുമോ? അനുഭവം പലരുടെയും കൂടെ അഭിനയിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സത്യൻ്റെ കൂടെ ഞാൻ എൻ്റെ ജീവിതം ആരംഭിച്ചത്, സിനിമാ ജീവിതം ആരംഭിക്കുമ്പോൾ എൻ്റെ ആദ്യത്തെ ഷോട്ട് കൊയിലാണ്ടി കടപ്പുറത്ത് വെച്ച് സത്യൻ്റെ കൂടെയായിരുന്നു. സത്യൻ അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിപ്പിച്ച അവസാനത്തെ ഷോട്ട് എൻ്റെ കൂടെയായിരുന്നു. സേതുമാധവന്റെ ഇൻഗ്ലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു. അതിൽ എന്തെങ്കിലും ഒന്ന് മനസ്സിൽ തട്ടിയ വല്ല അനുഭവമായിട്ടുള്ള വല്ല സംഭവമായിട്ടുള്ള പറയാൻ പറ്റും? ഈ അടുത്ത കാലത്ത് എനിക്ക് ഒരനുഭവം ഉണ്ടായി. നമ്മുടെ ജപ്പാൻകാരി ഒരു സാഹിത്യകാരി, അതായത് നമ്മുടെ ചെമ്മീൻ എന്ന് പറഞ്ഞ നോവല് ജപ്പാൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത സ്ത്രീ. അപ്പോൾ അവരോട് ചോദിച്ചു, മലയാള സിനിമ കാണാറുണ്ടോ? അപ്പോൾ അവർ കാണാറുണ്ട്, അപൂർവം അവിടെ വരാറുണ്ട്, പിന്നെ കാസറ്റ്സ് കാണാറുണ്ട്, ഐ ലൈക്ക് മലയാളം മച്ച് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഏത് നടനെയാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അപ്പോൾ പറഞ്ഞു ശങ്കരാടിയ. അത് നല്ലൊരു അച്ചീവ്മെന്റ് തന്നെയാണല്ലോ അല്ലേ, ഇന്ത്യക്ക് പുറത്ത് ഇങ്ങനെ ഒരു. അതെ, അത് കേട്ടപ്പോൾ ഒരു വലിയ സന്തോഷം തോന്നി. പിന്നെ അവരുടെ വീട്ടിൽ ആകെ ഉള്ളത് 2 മലയാളികളുടെ ഫോട്ടോ ആണ്. ഒന്ന് തകഴി ശിവശങ്കര പിള്ളയുടെയും എന്റെയും. അത് കേട്ടപ്പോഴും വലിയ സന്തോഷം തോന്നി. എന്നെ കണ്ടപ്പോ നിർത്തി കളഞ്ഞു. ഡോക്ടറുടെ കുട്ടികളാ 2 പാടുള്ളൂ, 3 ആയിപ്പോയി. അല്ല, ഡോക്ടറുടെ ശരീരപ്രകൃതി അനുസരിച്ച് ഒരു 6 എണ്ണം ആയാലും അധികമായി എന്ന് പറയാനാവില്ല. 6 എന്തിന്, ഇവനൊരുത്ത മതിയല്ലോ ഒരു വീട് മുഴുവൻ തകർക്കാൻ. സിന്ധുക്കുട്ടി, പുലരാറായി. അപ്പൂപ്പന് പുലരുന്നതിന് മുമ്പ് എണീറ്റാ ശീലം. കണ്ണു തുറന്നു നോക്കുമ്പോ എന്നെ കണ്ടില്ല എന്ന് വെച്ച് പേടിച്ച് നിലവിളിക്കരുത്, അത്രേ ഉള്ളൂ. ഇല്ല പൂപ്പ, ഇനി എന്നും പുലരുന്നതിന് മുമ്പ് എന്നെയും വിളിച്ചോളൂ, ഞാനും എണീക്കാം. അപ്പൂപ്പൻ പോയിട്ട് സൂര്യ നമസ്കാരവും ബസ്കിയും കസരത്തും ഒക്കെ എടുക്കും. അതാ അപ്പൂപ്പന്റെ ആരോഗ്യം ഇങ്ങനെ നിലനിൽക്കുന്നത്. ഞാനും എടുക്കാം. ആ, എന്നാ ഒന്ന് കാണാലോ. 4 ദിവസത്തേക്ക് ശരീരം അനക്കാൻ പറ്റില്ല. സാരമില്ല. ഒരു നല്ല സിനിമ എന്നുള്ളതിനെ കുറിച്ച് ശ്രീ ശങ്കരാടിയുടെ മനസ്സിലുള്ള കോൺസെപ്റ്റ്, കാരണം അത് വളരെ വിവാദപരമായിട്ടുള്ള ഒരു വിഷയമാണ്. പലരും പറയുന്നു ആർട്ട് മൂവിയാണ് നല്ല സിനിമ, അല്ലെങ്കിൽ മറ്റേ മൂവിയാണ്, സാധാരണ നിലയ്ക്കുള്ള ഒരു എന്റർടൈനറാണ്, അല്ലെങ്കിൽ കോംപ്രമൈസ് ആണ്. എന്താ ശ്രീ ശങ്കരാടിക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് അത് തമ്മിലുള്ള ഈ പിന്നെ വേർതിരിവ് എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഏറ്റവും കൂടുതൽ ജനങ്ങൾ കാണുന്ന പടം ചീത്ത പടം എന്ന് എങ്ങനെ പറയാ? പ്രഭാകരനുടനെ വരുമോ? അല്ല, അയാൾക്കിപ്പോ അന്തി ഉറങ്ങാൻ വേറെ സ്ഥലമുണ്ടെന്നാ കേട്ടു. ഓഫീസിലേക്ക് ഒന്നും കൂടെ പോയി നോക്കിയാലോ? വേണ്ട, ഇനി ഓഫീസിൽ പോണ്ട, അദ്ദേഹം ഇപ്പൊ വരും. ആ, വരണം. ഞാൻ എത്ര നേരമായി കാത്തിരിക്കും. എന്താ മിസ്റ്റർ കുറുപ്പ്? എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ആ, ഇതൊക്കെ നിങ്ങളുടെ സ്വന്തം കാര്യം. ഞാൻ വന്ന് എന്റെ കാര്യം പറയാൻ. മിസ്റ്റർ പ്രഭാകരൻ, എന്റെ ബിസിനസ് എന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിന്റെ പുറത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അല്ല, അതിനിപ്പോ എന്ത് കുഴപ്പമുണ്ടായി? എന്ത് കുഴപ്പം പറ്റിയിരുന്നു? ഇന്ന് എത്ര തീയതി? 17 നിങ്ങൾ 10-ാം തീയതി അടയ്ക്കേണ്ട തവണ 50,000 രൂപ ഇതേവരെ അടച്ചിട്ടില്ല. എനിക്ക് അല്പം സാവകാശം തരാം. സാധ്യമല്ല. എനിക്ക് നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കും. എന്റെ മുതലും പലിശ ഇപ്പൊ കിട്ടണം. അതെങ്ങനെ? പണം ഞാൻ ബിസിനസ് മുടക്കി പോയില്ലേ? എങ്കിലും എന്റെ പണത്തിന് ഉറപ്പ് കിട്ടണം. അതിന് ഞാൻ പ്രോനോട്ട് എഴുതി തന്നിട്ടില്ലേ? മിസ്റ്റർ പ്രഭാകരൻ, പ്രോനോട്ടിന് ചിലപ്പോ അതിലൊട്ടിച്ചിരിക്കുന്ന സ്റ്റാമ്പിന്റെ വില പോലും കിട്ടില്ല, അറിയാമോ? പിന്നെ ഞാൻ എന്ത് ഉറപ്പാ തരേണ്ടത്? നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആ മുസ്ലിം പയ്യനുണ്ടല്ലോ, എന്താ അയാളുടെ പേര്? സലീം. ആ സലീമിന് ജാമ്യം തരാം. അയാൾ ഇന്ന് രാവിലെ പിരിഞ്ഞുപോയി. അയാൾ പിരിഞ്ഞുപോയോ? കൊള്ളാം, നല്ല കാര്യം. അപ്പൊ നിങ്ങളുടെ ബിസിനസ് പുരോഗമിക്കുകയാണല്ലോ. ആ, സലീം പോയെങ്കിൽ പോകട്ടെ. ഈ വീട് നിങ്ങളുടെ പേരിലല്ലേ? അതെ. മറ്റേ ഓഫീസ് കെട്ടണമോ? ഇത് രണ്ടും ഞങ്ങളുടെ പേരിലുള്ള. അപ്പോ ഒരു ഷുവർട്ടി എന്നുള്ള നിലയ്ക്ക് ഇതിന്റെ രണ്ടിന്റെ ഡോക്യുമെന്റ്സ് എന്റെ കയ്യിലേക്ക് തരും. ഏത് അവാർഡ് കിട്ടിയപ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയിട്ടുള്ളത്? ആദ്യമായിട്ട് കിട്ടിയപ്പോ തന്നെ, അത് അച്ഛൻ്റെ കിട്ടിയപ്പോ. അതെ. ഏത് സിനിമയിലായിരുന്നു അത്? വിവിധ ചിത്രങ്ങൾ എന്ന് പറഞ്ഞ 69-ലാണ് ആദ്യം. 69-70 2 കൊല്ലം എനിക്ക് അടുപ്പിച്ച് ക്യാരക്ടർ ആക്ടേഴ്സിന്റെ അവാർഡ് കിട്ടി. ശരി.
സിനിമയിലത്തെ ഷൂട്ടിങ്ങിന്റെ സൗകര്യത്തിനനുസരിച്ചിട്ട് കുറെ കാലം മദ്രാസിലായിരുന്നു അല്ലേ? പക്ഷെ ജനിച്ചതും വളർന്നതൊക്കെ എവിടെയായിരുന്നു? നാട്ടിലായിരുന്നു. എവിടെ സ്വദേശം? അതെ പറയാം. എൻ്റെ അമ്മയുടെ നാട് വൈപ്പിൻകരയിൽ ചെറായി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ചെറായി വൈപ്പിൻകര എന്ന് പറഞ്ഞാൽ കൊച്ചി അഴിക്കും കൊടുങ്ങല്ലൂർ അഴിക്കും മധ്യമുള്ള ഒരു സ്ട്രിപ്പ് ഓഫ് ലാൻഡ്. അതിൻ്റെ ഏതാണ്ട് നടുക്കാണ് ഈ ചെറായി എന്ന് പറയുന്നത്. ചാരായം കുടിച്ചൊരു 47 പേര് മരിച്ച വൈപ്പിൻകരയിൽ. അതാണ് എൻ്റെ ജന്മദേശം. അവിടെ പഴയ കൊച്ചി, എൻ്റെ അമ്മയുടെ സ്ഥലം കൊച്ചി, പഴയ കൊച്ചിയാണ്. പഴയ കൊച്ചിയിലെ പുരാതനമായ ചില തറവാടുകളുണ്ട്. അമ്പാടി, പറമ്പാടി, ശങ്കരാടി എന്നൊക്കെ പറഞ്ഞ് അതിൽപ്പെട്ട ശങ്കരാടി എന്ന് പറഞ്ഞ എൻ്റെ വീട്ടുപേര്. അതെ, അമ്മയുടെ വീട്. അച്ഛൻ്റെ വീട് അത് തിരുവാങ്കൂറാണ്, പറവൂരായിരുന്നു, വടക്കേക്കര. അതും ഇതുപോലെ തന്നെ തിരുവിതാംകൂറിൽ ആകെ 5 കുടുംബങ്ങൾക്കുള്ള സ്ഥാനപ്പേര് വടക്കൻ തിരുവിതാംകൂറിലുള്ള ഏക കുടുംബം എൻ്റെ അച്ഛൻ്റെ കുടുംബം മേമന. മേമന വീട്ടിൽ കണക്ക് ചെമ്പകരാമൻ പരമേശ്വരൻ പിള്ള എന്നാണ് അച്ഛൻ്റെ പേര്. അപ്പൊ കുറച്ച് യാഥാസ്ഥിതിക ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. എങ്ങനെയാ പിന്നെ സിനിമയിലെ വന്നപ്പോ ആർക്കും എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ലേ? എതിർപ്പൊക്കെ രാഷ്ട്രീയത്തിൽ വന്നപ്പോഴായിരുന്നല്ലോ കൂടുതൽ എതിർപ്പുണ്ടായിരുന്നത്. അതൊന്നും വകവച്ചില്ല. ഹെൽത്ത് സൂക്ഷിക്കണം, ഞാൻ പറഞ്ഞേക്കാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. സാർ, ഒരു ബാസായ സാറ് എന്റെ വീട്ടിൽ വന്ന് ഈ എളിയ സൽക്കാരം സ്വീകരിച്ചതിന് ഞാൻ എന്നും ബോസും കീഴ് ജീവനക്കാരനും ഒക്കെ ഓഫീസിൽ. ഇവിടെ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ വിരുന്ന് വന്നിരിക്കുകയാണ്. ഞാൻ വരട്ടെ. ജോലി ഡോണ്ട് വറി. ഡാഡിയുടെ കൂടി നിർത്താനൊന്നും പറ്റില്ല. പക്ഷെ ശ്രദ്ധിക്കണം, ഹെൽത്ത് വളരെ മോശമാണ്. എന്ത് ചെയ്യാം? നല്ല ആഹാരങ്ങൾ കൊടുക്കണം. മമ്മിയോട് പ്രത്യേകം പറയണം. ഓക്കെ, ഞാൻ വരട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മലയാളത്തിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ അതോ മറ്റേതെങ്കിലും ഭാഷയിൽ വേറെ അഭിനയിച്ചിട്ടുണ്ടോ? പേരിന് 2 ഭാഷയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒന്ന് തമിഴിലൊരു പടം. ഏതായിരുന്നു? അതിന്റെ റിലീസ് ചെയ്തപ്പോഴത്തെ പേര് എനിക്ക് അറിഞ്ഞൂടാ. പടം പിടിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അതിനിട്ട പേര് ഇലയുതിർക്കാലം എന്നായിരുന്നു. അതിലൊരു ഭാഗം അഭിനയിച്ചിട്ടുണ്ട്. ആ പടം വലിയ കാര്യമായിട്ടൊന്നും ഓടിയില്ല. അത് റിലീസ് ചെയ്തപ്പോൾ അതിന്റെ പേരെന്തായിരുന്നു എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇപ്പൊ ഞാനൊരു ഹിന്ദി പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മലയാളത്തിന് ഞാനും മമ്മൂട്ടിയാ. അതിന്റെ പേരിട്ടിട്ടില്ല. അവിടെ NFDCയുടെ പിന്നെ ഡയറക്ടർ പാർവതി മേനോനാണ് അതിന്റെ ഡയറക്ടർ. അതൊരു ഇന്ത്യ ഗവൺമെന്റിന്റെ പടമാണ്. അതിന്റെ ഒരു എപ്പിസോഡ് കഴിഞ്ഞു. അപ്പൊ അതിനകത്ത് ഈ ശങ്കരാചാര്യരെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ വർണ്ണനയൊക്കെ വരുന്നുണ്ടേ. അപ്പൊ ഒരു എപ്പിസോഡ് ഇപ്പൊ കഴിഞ്ഞ തവണ പിന്നെ കോഴിക്കോട് വെച്ചായിരുന്നു. ഇനിയിപ്പോൾ ഉള്ള ഒരെണ്ണം കാലടിയിൽ വെച്ചിട്ടുണ്ട്, പിന്നെ കന്യാകുമാരിയിൽ വെച്ചിട്ടുണ്ട്. അതൊന്നും ആയിട്ടില്ല. ഒന്ന് ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വന്നതല്ലേ, ഇവിടെ വരെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞാൻ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഫോൺ ചെയ്തിരുന്നു. ആ ചെക്കനായിരിക്കും എടുത്തത്. വരം കേട്ടവാ. അത്യാവശ്യത്തെ കാര്യത്തിന് ആരും ഫോൺ ചെയ്താൽ പോലും അവൻ പറയില്ല. ചേട്ടൻ പറഞ്ഞതാ ശരി. ചേട്ടനോ ഞാനോ ഇല്ലെങ്കിൽ ആരാ വിളിച്ചത്, എന്തിനാ വിളിച്ചത് എന്ന് എഴുതി വെക്കണ്ടേ? അതുമില്ല. അതിന് അക്ഷരജ്ഞാനം വേണ്ടേ? അല്ലെങ്കിൽ അത് ഓർത്ത് പറയോ? അതുമില്ല. നിങ്ങളുടെ ജോലിക്കാരന്റെ വിശേഷം കേൾക്കാനല്ല ഞാൻ വന്നത്. അവധി പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. എനിക്ക് ആ പണം ഉടനെ കിട്ടണം എന്ന് പറഞ്ഞ അത് പറഞ്ഞാൽ പറ്റില്ല. അതിനു പകരം കമ്പനി ഷെയർ മാറ്റി തരാൻ പറഞ്ഞാൽ നിങ്ങൾ അതും കേൾക്കുന്നില്ലല്ലോ. അയ്യോ, അതൊരു സെന്റിമെന്റൽ പ്രോബ്ലമാണ്. തലമുറകളായി ആ കമ്പനിയുടെ മേജർ ഷെയർസ് ഈ തറവാട്ടിന്. 2 തലമുറകൾക്ക് മുമ്പ് ഞങ്ങളുടെ കാരണവന്മാരുണ്ടാക്കിയതാണ് ആ കമ്പനി. അത് തൊട്ട് കളിച്ചാൽ പരദൈവങ്ങൾ ഓടിക്കും. കാരണവന്മാരുണ്ടാക്കിയ സ്വത്തിൽ പകുതിയിലധികം വിറ്റ് കഴിഞ്ഞില്ലേ? അന്ന് ഈ കാരണവന്മാരും തലമുറയും പരദൈവങ്ങളും ഒക്കെ എവിടെ ആയിരുന്നു? ബുദ്ധിമുട്ടുകൾ അവർക്കും അറിയാവുന്നതാണല്ലോ. എനിക്കതൊന്നും കേൾക്കണ്ട. ഈ പണം കിട്ടിയിട്ട് വേണം കസ്റ്റംസ് ക്ലിയർ ചെയ്ത് ചരക്ക് ഡെലിവറി എടുക്കാൻ. എനിക്കൊരു 1 മാസത്തെ അവധിയും കൂടെ പറ്റില്ല. അഭിനയിച്ച സിനിമ ചിലരെ കാണും, പിന്നീട് വിലയിരുത്തും. അങ്ങനെ ഒരു സ്വഭാവം ശ്രീ ശങ്കരാടിക്ക് ഉണ്ടായിട്ടുണ്ടോ? കാണുന്നത് നല്ലത് തന്നെ. ആദ്യകാലത്തെന്ന് വെച്ചാൽ ഈ പറഞ്ഞ മാതിരി നമ്മള് പിന്നെ ഓടി നടന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇത് കാണാനും പിന്നെ അതിനും ഉള്ള സമയവും സന്ദർഭമൊന്നും കിട്ടാറുണ്ടായിരുന്നില്ല. അതും വിശേഷിച്ച് മദ്രാസ് ബേസ്ഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ റിലീസ് ചെയ്യാവുന്ന പടം ഒക്കെ കണ്ട് അത് വിലയിരുത്താനൊന്നും സാധിച്ചൊന്നും വരില്ല. കാണുന്നത് നല്ലത് തന്നെ. എവിടെയാണ് നമ്മൾ ചെയ്തതിൽ പാകപ്പഴയുള്ളത്, എവിടെയാണ് ന്യൂനത ഉള്ളതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് റെക്ടിഫൈ ചെയ്തിട്ട് അടുത്ത പടം ചെയ്യാം. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ അതിന് പലപ്പോഴും സാധിക്കാറില്ല. അങ്ങനെ ഇഷ്ടപ്പെട്ട സിനിമകളൊക്കെ കളക്ട് ചെയ്തിട്ട് വയ്ക്കുന്ന ഒരു സ്വഭാവം ഉണ്ടോ? അങ്ങനെ സ്വഭാവമൊന്നുമില്ല. ഞാൻ നിങ്ങളുടെ വീട്ടിൽ പോയിരുന്നു. അമ്മയെ കണ്ടു. ചേട്ടത്തിയോടുള്ള അവരുടെ പെരുമാറ്റവും ഞാൻ കണ്ടു. അങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് എന്റെ മകളെ മരുമകളായി അയക്കാൻ ഞാൻ തയ്യാറില്ല. അച്ഛാ,
മോൾ ഇങ്ങനെ നിർബന്ധം പഠിക്കരുത്. നിന്റെ ഭാവിയെക്കുറിച്ച് നിന്നേക്കാൾ കൂടുതൽ പ്രതീക്ഷയും താല്പര്യവും അച്ഛനുണ്ട്. എനിക്ക് മറ്റൊന്നും ആവശ്യമില്ല. രാജേട്ടനെ ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ അച്ഛൻ എതിർത്തില്ല. അന്ന് ഞാൻ രാജനെ പറ്റി മാത്രമേ ചിന്തിച്ചുള്ളൂ. ഇപ്പോഴും അത് മാത്രം ചിന്തിച്ചാ മതി. വിവാഹം കഴിഞ്ഞാൽ ഞാൻ ജീവിക്കാൻ പോകുന്ന രാജേട്ടന്റെ കൂടെയല്ലേ? പക്ഷെ നിന്നെ അയക്കേണ്ടത് ഭദ്രകാളിയിരിക്കുന്ന തറവാട്ടിലേക്കല്ലേ? അങ്ങോട്ട് പോകാതിരുന്നാൽ മതിയല്ലോ. രാജേട്ടന് ഒരു ജോലിയുണ്ട്. പഠിത്തം കഴിഞ്ഞാൽ ഞാനും ഒരു ജോലിക്ക് ശ്രമിക്കും. ഞങ്ങൾക്ക് ജീവിക്കാൻ ആ വരുമാനം മതിയാകും. മോളെ, നീ അച്ഛനെ വിഷമിപ്പിക്കരുത്. നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് അച്ഛൻ ഇത് പറയുന്നത്. ഇല്ലച്ചാ, രാജേട്ടനെ കൂടാതെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. മിസ്റ്റർ രാജൻ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഒരച്ഛൻ എന്ന നിലയ്ക്ക് സാറ് പറയുന്നത് തെറ്റല്ലെന്ന് എനിക്കറിയാം. പക്ഷേ മറ്റൊരു പെൺകുട്ടിയെ കുറിച്ച് സങ്കല്പിക്കാൻ പോലും എനിക്ക് കഴിയില്ല. കരയണ്ട, വിവാഹത്തിന് ഞാൻ സമ്മതിക്കാം. പക്ഷെ ഒരു കാര്യം, വിവാഹം കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്റെ കൂടെ താമസിക്കും.